ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ ഡൽഹിയിൽ ഫ്ലക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടു. രാഹുൽ ഗാന്ധിയെ കാണാനില്ല എന്നാണ് ഫ്ലക്സിൽ പറയുന്നത്. നീറ്റ്, UG, അയോധ്യ വിഷയങ്ങളിൽ സമരരംഗത്ത് രാഹുൽ ഗാന്ധി സജീവമാകുന്നില്ല എന്ന വിമർശനത്തിനിടെയാണ് ഡൽഹിയിലെ ഫ്ലക്സ് ബോർഡ്. ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകും. ബൽറാം, ആരായിരിക്കാം ഈ ഫ്ലക്സിന്റെ പിറവിക്ക് മുന്നിൽ? ഈ ഫ്ലക്സ് ആരാണ് സ്ഥാപിച്ചത് എന്ന് ഫ്ലക്സ് ബോർഡിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടില്ല. മറിച്ച് രാഹുൽ ഗാന്ധിക്ക് അപകീർത്തികരമായ ഉള്ളടക്കത്തോടെയുള്ള ഫ്ലക്സ് ബോർഡുകളാണ് ഡൽഹിയിൽ പാർലമെന്റിന് സമീപം ഏതാണ്ട് 500 മീറ്റർ മാത്രം അകലെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ഈ ഫ്ലക്സ്, ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഫ്ലക്സ് ലേമറിഡിയൻ സർക്കിളിലാണ് ഉള്ളത്. ഇതിൽ രാഹുൽ ഗാന്ധിയെ കാണാനില്ല, അദ്ദേഹത്തിനായുള്ള തെരച്ചിൽ തുടരുന്നു, അറിയാനുള്ള അടയാളങ്ങളായി രേഖപ്പെടുത്തിയിരിക്കുന്നത് മിക്കവാറും വിദേശയാത്രയിൽ ആയിരിക്കും അദ്ദേഹം. കൂടാതെ പബ്ബിലും ബീച്ചിലും കാണപ്പെടുന്നു എന്നിങ്ങനെയാണ് ഈ ഫ്ലക്സ് ബോർഡിൽ ചുരുക്കം ചില വാക്കുകളിൽ മാത്രമാണ് ഫ്ലക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. നേരത്തെ ഇന്ത്യ സഖ്യ യോഗത്തിന് ദിവസം രാവിലെ ഇന്ത്യ സഖ്യത്തിലെ മറ്റ് നേതാക്കൾക്കെതിരെ രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശങ്ങൾ ഉൾപ്പെടുന്ന ഫ്ലക്സ് ബോർഡുകളും ഇതേ ഗോൾ സർക്കിളിൽ തന്നെയായിരുന്നു പ്രത്യക്ഷപ്പെട്ടിരുന്നത്. എന്നാൽ അതും ആരാണ് സ്ഥാപിച്ചത് എന്ന ഉള്ളടക്കമില്ല. നേരത്തെ രാജസ്ഥാനിലെ കോട്ടയിൽ ഈ നീറ്റ് CBSE ക്രമക്കേടുകൾക്കെതിരെ രാഹുൽ ഗാന്ധി ഒരു പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിരുന്നു. അതിന് ശേഷം പിന്നീട് പൊതുപരിപാടികളിൽ രാഹുൽ ഗാന്ധി പങ്കെടുത്തിട്ടില്ല. അദ്ദേഹം എന്നാൽ സമൂഹ മാധ്യമങ്ങളിലൂടെ ഈ വിഷയം ഉന്നയിച്ച് നിരന്തരമായി രംഗത്തുണ്ട്. ഇത്തരം ഒരു പശ്ചാത്തലത്തിൽ ആണ് അദ്ദേഹത്തിനെതിരെ ഫ്ലക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. താങ്ക് യു ബൽറാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.